اهدنا الصراط المستقيم. ഈ ആയത്ത് ഓതുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഇഹ്ദിന എന്ന പദം ഉച്ചരിക്കുമ്പോൾ ചിലര് ഹാഇന് ഖൽഖല കൊടുക്കാറുണ്ട്. ഇപ്രകാരം ഓതാറുണ്ട്, ഇഹ്ദിന ഇഹ്ദിന എന്ന് ഓതാൻ പാടില്ല, ഇഹ്ദിന എന്നാണ് ഓതേണ്ടത്. അസ്സിറാത്ത എന്ന പദം ഉച്ചരിക്കുമ്പോൾ സ്വാദ് എന്ന അക്ഷരത്തെ അല്പം കനപ്പിക്കേണ്ടതാണ്. സീനാക്കി ഉച്ചരിക്കാൻ പാടില്ല, അഥവാ ഇഹ്ദിന സിറാത്ത എന്ന രീതിയിൽ ഓതാൻ പാടില്ല. നാം അവലംബിക്കുന്ന റിവായത്തിന് വിരുദ്ധമാണ് അത്. സ്വാദ് കൊണ്ടാണ് ഓതേണ്ടത്. അതേപോലെ റാഇനെയും താഇനെയും കനപ്പിക്കേണ്ടതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ശേഷം അൽ മുസ്തഖീം എന്ന പദം ഉച്ചരിക്കുമ്പോൾ മീമിന്റെ മേലെ ദമ്മയാണ് ഉള്ളത്, അൽ മു. അങ്ങനെയാവുമ്പോൾ രണ്ട് ചുണ്ടുകളും നാം ദമ്മ് ഉള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ആ ആകൃതിയിലായിരിക്കണം നാം ദമ്മുള്ള മീമിനെ ഉച്ചരിക്കേണ്ടത്. ശേഷം സീന് ഉണ്ട്, താ ഉണ്ട്. അവിടെ സീനിനെ സ്വാദാക്കി ഉച്ചരിക്കാൻ പാടില്ല, അവിടെ കനപ്പിക്കാൻ പാടില്ല. അൽ മുസ്തഖീം എന്നാണ് കേൾപ്പിക്കേണ്ടത്. അതേപോലെ താഇനെ ത്വാ ആക്കി ചിലർ ഉച്ചരിക്കാറുണ്ട്, അൽ മുസ്തഖീം. അങ്ങനെ ഓതാൻ പാടില്ല. താഇനെ കനപ്പിക്കാതിരിക്കുക, കട്ടി കുറച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ എന്നാണ് നേർക്കുനേരെ ഈ ആയത്തിന്റെ പരിഭാഷ. ഇതിലെ ഓരോ വാക്കുകളുടെയും വാക്കാർത്ഥം പരിശോധിക്കുകയാണ് എങ്കിൽ ഇഹ്ദിന ഞങ്ങളെ നയിക്കണമേ, അസ്സിറാത്ത് മാർഗം, അൽ മുസ്തഖീം നേരായ. സഹോദരങ്ങളെ, നമ്മൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഓരോ ആയത്തുകളും എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വചനങ്ങൾ ഉരുവിട്ടതിന് ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പറയുമല്ലോ, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്, എന്റെ അടിമ ചോദിക്കുന്നത് എന്തും അവന് ലഭിക്കുമെന്ന്. അവിടെയാണ് സഹോദരങ്ങളെ, എന്റെ അടിമ ചോദിക്കുന്നത് എന്തും അവന് ലഭിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും വലിയ സഹായം നമ്മൾ അള്ളാഹുവോട് ചോദിക്കുകയാണ്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ, നീ ഞങ്ങളെ നയിക്കണമേ എന്ന് അള്ളാഹുവോട് നമ്മൾ തേടുന്നത്. ഇവിടെ സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹംദു മുതൽ മാലിക് യൗമുദ്ദീൻ അതുവരെയുള്ള ആയത്തുകൾ അത് അള്ളാഹുവോട് നമ്മൾ അള്ളാഹുവെ വസീലയാക്കുകയാണ്. ആ ഹംദ് കൊണ്ടും സ്തുതി കൊണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടുമൊക്കെ അള്ളാഹുവെ വസീലയാക്കിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവോട് ഒരു കരാറ് ഉറപ്പിക്കുകയാണ്. അതിനുശേഷം ആ കരാർ ഉറപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്നുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുകയാണ് അള്ളാഹുവോട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അവിടെ പറയുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്നുകൂടി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലെ ആദ്യ ഭാഗമായ ഇഹ്ദിന,
ഇഹ്ദിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പറയുന്നത് അത് ഹദ എന്ന ക്രിയയുടെ ആജ്ഞാരൂപമാണ്. അവിടെ അമ്രാണ് അവിടെ ഇഹ്ദി എന്ന പദം. അറബി ഭാഷയിൽ ആജ്ഞയ്ക്കും അപേക്ഷയ്ക്കും ഉപദേശത്തിനുമൊക്കെ ഒരേ രൂപം തന്നെയാണ് അറബിയിലുള്ളത്. ഇവിടെ ഇഹ്ദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു അമ്രാണ്, ആജ്ഞാരൂപമാണ് എന്നർത്ഥം. ഇതിന്റെ ധാതുരൂപങ്ങളായിട്ടാണ് ഹിദായത്തും ഹുദായും എന്നുള്ള പദം എന്ന് നമുക്ക് കാണാൻ കഴിയും. സൗമ്യമായി അറിയിക്കുക, മാർഗദർശനം നൽകുക, വഴി കാട്ടുക, വഴിയിൽ ചേർക്കുക, നിർദ്ദേശം നൽകുക എന്നൊക്കെയാണ് ഈ രണ്ട് പദങ്ങളും നമ്മൾ നിഘണ്ടുകളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ അർത്ഥം കാണാൻ കഴിയും. എന്നാൽ സന്മാർഗം അഥവാ നേരായ വഴി എന്ന അർത്ഥത്തിലും അവ ഉപയോഗിക്കാറുണ്ട്, നല്ല കാര്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നതിലൂടെ എന്നതാണ് സഹോദരങ്ങളെ ഈ പദങ്ങൾ അധികവും പരിശുദ്ധ ഖുർആനിൽ അതല്ലെങ്കിൽ ഇസ്ലാമിൽ ഈ പദം കൊണ്ട് കൂടുതൽ സാങ്കേതികമായി ഉപയോഗിക്കപ്പെടാറുള്ളത് എന്ന് നമുക്ക് കാണാം. ഇവയുടെ ഈ രണ്ട് പദങ്ങളുടെ വിപരീത അർത്ഥങ്ങൾ വരുന്ന പദങ്ങളാണ് വലാലും അതുപോലെ തന്നെ വലാലത്തും. വലാലും വഴികേടും എന്ന ഈ പദം വരുന്ന വലാല് എന്ന അർത്ഥം ഇതിന്റെ നേരെ വിപരീതമാണ് എന്നർത്ഥം. ഹിദായത്തിനെ സംബന്ധിച്ചു വന്ന ഖുർആനിക ആയത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹിദായത്ത് രണ്ട് അർത്ഥങ്ങളിലായി പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഹിദായത്തു ഇർഷാദാണ്, ജനങ്ങൾക്ക് സത്യം അറിയിച്ചു കൊടുത്ത് അതിലേക്ക് ക്ഷണിക്കുക എന്ന ആശയത്തിലുള്ള ഹിദായത്തു ഇർഷാദ്. രണ്ടാമത്തേത് ഹിദായത്തു തൗഫീഖ് ആണ്, ജനങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ മാർഗദർശനം നൽകുക അഥവാ വഴി കാട്ടുക എന്ന അർത്ഥത്തിൽ, അതുപോലെ തന്നെ സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക എന്ന അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ ഹിദായത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ടർത്ഥവും വേർതിരിച്ച് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ചില സന്ദർഭങ്ങളിൽ അത് വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പല ആശയക്കുഴപ്പങ്ങളും നേരിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒന്നാമത്തെ മാർഗദർശനം നൽകുക അഥവാ വഴികാട്ടുക എന്ന അർത്ഥത്തിൽ അതിന്റെ ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആനിലെ ഹാമീം സജദ, സൂറത്തുൽ ഹാമീം സജദയിലെ 17-ാമത്തെ ആയത്ത്. വഅമ്മാ സമൂദ ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ അവർക്ക് നാം മാർഗദർശനം നൽകി, എന്നിട്ട് അവർ നേർമാർഗത്തേക്കാൾ അന്ധതയോട് ഇഷ്ടം കാണിക്കുകയാണ് ചെയ്തത് എന്ന്. ഇവിടെ അള്ളാഹു അവരെ സന്മാർഗത്തിലാക്കിയത് ശേഷം അവരത് ഉപേക്ഷിച്ചു എന്നല്ല, പ്രവാചകൻ മുഖേനയും മറ്റു സന്മാർഗം ഉപദേശിച്ചു കൊടുത്തിട്ടും അത് വകവെക്കാതെ അന്ധതയിൽ അഥവാ ദുർമാർഗത്തിൽ മുഴുകുകയാണ് അവർ ചെയ്തത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ അർത്ഥത്തിൽ പരിശോധിക്കുക, സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക എന്ന അർത്ഥത്തിൽ. അവിടെ നമുക്ക് കാണാം സൂറത്തു ഖസസിലെ 56-ാമത്തെ ആയത്ത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല, എങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു എന്ന്. എല്ലാവർക്കും നേർമാർഗം കാണിച്ചു കൊടുക്കലാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. നേർമാർഗത്തിലാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യത്തിൽ കഴിവിൽപ്പെട്ട കാര്യമല്ല, അത് കാണിച്ചു കൊടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ് സൂറത്തു ഖസസിലെ 56-ാമത്തെ ആയത്ത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ചരിത്രം കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബ് അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, താങ്കളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമൊന്ന് ചൊല്ലുവാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിങ്കിൽ താങ്കൾക്ക് വേണ്ടി എങ്കിൽ എനിക്ക് ശുപാർശ പറയുവാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിനോട് പറയുകയാണ്. തൊട്ടടുത്ത് ആ സന്ദർഭത്തിൽ അബൂജഹലും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അബൂ ഉമയ്യുമൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭമാണ്. ആ സമയം അവർ അബൂജഹലും കൂട്ടരും പറയുകയാണ്, താങ്കൾ അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ നിന്ന് പിന്മാറുകയാണോ എന്ന് അബൂ താലിബിനോട് ചോദിക്കുകയാണ്.
അങ്ങനെ അവസാനമായി കൊണ്ട് ആ ദുർഘട ഘട്ടത്തിൽ അബൂ താലിബ് ഉരുവിട്ടത് എന്താണെന്ന് അറിയാമോ? ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവസാന ഘട്ടത്തിൽ പറയുന്നത്. അങ്ങനെ ഇതിനെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ ആ അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിൽ അങ്ങേയറ്റം വേദനയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാതെ, ഇസ്ലാം മതത്തെ സ്വീകരിക്കാതെ അദ്ദേഹം മരണപ്പെടുന്നത് ആ മക്കാ മുശ്രിക്കുകളുടെ ആദർശത്തെ പേറിക്കൊണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ വിഷമമുണ്ടായ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതരിക്കുന്നത്. സൂറത്തു ഖസസിലെ 56-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല, എങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ സംഭവം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമുമാണ്. തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കതിന്റെ വിശദീകരണത്തിലും ഈ ചരിത്രം കാണാൻ വേണ്ടി കഴിയും. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ഹിദായത്ത് കിട്ടുക, മാർഗദർശനം ലഭിക്കുന്നത് അത് ഏതെല്ലാം പ്രകാരത്തിലാണ് എന്ന് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തിട്ടപ്പെടുത്തി പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുകയില്ല. എന്നാലും സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്വഹീഹായി വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാര് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇമാം ബൈലാവിയെ പോലെയുള്ള, ഇമാം റാഗിബ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ് അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ഹിദായത്ത് ലഭിക്കുന്നതിനെ സംബന്ധിച്ച്. ഒന്നാമതായി, ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന രൂപത്തിൽ ഒരു വിശേഷ ബുദ്ധി നൽകിക്കൊണ്ട്, ബാഹ്യേന്ദ്രിയങ്ങൾ നൽകിക്കൊണ്ട്, ആന്തരേന്ദ്രിയങ്ങൾ മുതലായവ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ വഴി ലഭിക്കുന്ന അറിവുണ്ട്, ഹുദയുണ്ട്. അതെന്താ? ഉദാഹരണമായി പറയുന്നു സൂറത്തു ത്വാഹയിലെ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുവിനും അതതിന്റെ സൃഷ്ടി നൽകുകയും പിന്നീട് ഹുദ നൽകുകയും ചെയ്തവനാണ് നമ്മുടെ റബ്ബ്, പിന്നീട് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് നമ്മുടെ റബ്ബ് എന്ന ആ ആയത്ത്, സൂറത്തു ത്വാഹയിലെ ആയത്ത് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പണ്ഡിതന്മാർ കാണിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ഒരു മാർഗമായി കൊണ്ട് പറയുന്നത്, സത്യാസത്യങ്ങളും നന്മതിന്മകളും തിരിച്ചറിയുവാനുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകി. വഹദൈനാഹുൻ നജ്ദൈൻ എന്ന് പറയുന്ന ആയത്തിലൂടെ. ഒന്ന് നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യന് പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങളെ നാം കാട്ടിക്കൊടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവന് മനുഷ്യന് പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങളെ നാം കാട്ടിക്കൊടുത്തു, വ്യക്തമായി കാണുന്ന രണ്ട് മാർഗങ്ങളെ കുറിച്ച്. അത് നന്മയുടെയും അതുപോലെ തിന്മയുടെയും മാർഗങ്ങളാണ്. ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് അതാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മനുഷ്യരാശിക്ക് നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്, വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. അവരെ മുമ്പ് പ്രസ്താവിച്ച പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്, അവരെ നാം നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സൂറത്തുൽ അംബിയായിലെ ആയത്ത് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിലുള്ള ഹിദായത്താണ് എന്ന് പറയുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട 3 രൂപത്തിലുള്ള ഹിദായത്തുകൾ ഈ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധിയും അതുപോലെ തന്നെ സത്യവും അസത്യവും മനസ്സിലാക്കുവാൻ കഴിയുന്ന രൂപത്തിൽ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൽകിയതും, അതുപോലെ തന്നെ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക വഴി ഹിദായത്ത് നൽകിയ ആ വഴികളെ കുറിച്ചുമൊക്കെ പറഞ്ഞത്. ഈ 3 കാര്യങ്ങളും, ഈ 3 ഹിദായത്തുകളും അത് സത്യവിശ്വാസികളായ ആളുകൾക്കും അതല്ലാത്തവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നർത്ഥം. സത്യവിശ്വാസികൾക്കും നൽകും, സത്യവിശ്വാസികളല്ലാത്ത ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നാൽ സഹോദരങ്ങളെ, വേറെ ഒരു ഹിദായത്തുണ്ട്. സന്മാർഗചാരികളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക സഹായമായ തൗഫീഖ് മൂലം ലഭിക്കുന്ന ഹിദായത്ത്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ. സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ ആയത്തിൽ കാണാം, സന്മാർഗം പ്രാപിച്ചവർക്ക് അവൻ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന്. ഇവിടെ സന്മാർഗം പ്രാപിച്ച ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വിഷയത്തിൽ സമരം നടത്തുന്ന
നടത്തുന്നവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ ചേർക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ സൂറത്തുൽ അൻകബൂത്തിലെ ആയത്ത് ഇവിടെ സന്മാർഗചാരികളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേകമായ ഹിദായത്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ചാമതായ ഒരു ഹിദായത്തുണ്ട്, പരലോകത്ത് വെച്ച് സ്വർഗീയ ജീവിതം തുടങ്ങിയ മഹാഭാഗ്യങ്ങൾ നൽകുന്നത്. അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്ത് എന്ന അനുഗ്രഹം. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മരണപ്പെട്ടവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് മുഹമ്മദിലൂടെ, സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും വയുദ്ഖിലുഹുൽ ജന്ന. വഴിയെ അവൻ അള്ളാഹു അവരെ വഴി ചേർക്കുകയും അവരുടെ സ്ഥിതി നന്നാക്കുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഹിദായത്തിന്റെ ഇനങ്ങളാണ്. അതിനുള്ള ഉദാഹരണമായി കൊണ്ട് പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. ഇവിടെ അവിശ്വാസികൾക്കും ദുർമാർഗികൾക്കും ഹിദായത്ത് ലഭിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കാറുള്ളത് ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഈ നാലാമത്തെയും അഞ്ചാമത്തേതുമായ ഹിദായത്താണ്. അതായത് സന്മാർഗചാരികളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേകമായ ഹിദായത്തും പരലോകത്ത് വെച്ച് സ്വർഗീയ ജീവിതം തുടങ്ങിയ മഹാഭാഗ്യങ്ങൾ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമായ ഹിദായത്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും അവിശ്വാസികൾക്കും ദുർമാർഗികളുമായ ആളുകൾക്ക് ലഭിക്കുകയില്ല എന്നർത്ഥം. അള്ളാഹുവിൽ നിന്ന് മാത്രം സിദ്ധിക്കുന്നവയാകുന്നു ഇവിടെ ഹിദായത്ത് കൊണ്ടുള്ള ഉദ്ദേശം. സഹോദരങ്ങളെ, ഇവിടെ ഹിദായത്ത് കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ വിവരിച്ച എല്ലാ ഇനങ്ങളും അതിൽ ഉൾപ്പെടുമെങ്കിലും പ്രധാനമായി കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ പ്രത്യേകമായി ലഭിക്കുന്ന, വിശ്വാസികൾക്ക് ലഭിക്കുന്ന, അവിശ്വാസികൾക്ക് ലഭിക്കാത്ത നാലും അഞ്ചാമത്തെയും ഇനങ്ങളായിട്ട് പ്രധാനമായും നമ്മൾ വിശദീകരിച്ച ഈ ഹിദായത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാഷാപരമായി നോക്കുമ്പോൾ ഹുദയും ഹിദായത്തും ഒരുപോലെയാണ് എങ്കിലും രണ്ടും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഹിദായത്തിനെ ഉദ്ദേശിച്ചാണ് ഖുർആനിൽ ഹുദ എന്ന് പറയാറുള്ളത് എന്ന് ഇമാം റാഗിബ് റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഹുദ അത് എല്ലാവർക്കും നൽകാൻ കഴിയുകയില്ല. ആ സന്മാർഗം അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഹിദായത്താണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുകയാണ് എന്നർത്ഥം. ഖുൽ ഇന്നൽ ഹുദ ഹുദല്ലാ, പറയുക നിശ്ചയമായും ഹുദ അത് അള്ളാഹുവിന്റെ ഹുദയാകുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ആ ആയത്തുകൾ തെളിവ് പിടിച്ചുകൊണ്ടാണ് ഇമാം റാഗിബ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ രൂപത്തിൽ ഉണർത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, എന്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തൊട്ടടുത്ത ആയത്തുകളിലൂടെ സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിക്കാം. ഇന്ന് നമ്മൾ ഇവിടെ ഹുദയുമായി ഇഹ്ദിന എന്ന് പറഞ്ഞതിലെ, ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞതിലെ ആ ഹുദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഇനി ഈ ആയത്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്ത് എങ്ങനെ നമുക്ക് പാരായണം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ഇതിന് ശേഷം ഞാൻ ഇടുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് നമുക്ക് പഠിക്കണം. ആ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നുള്ളതാണ് തൊട്ടടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.